2009 ബൈക്ക്. അതിന്റെ ഫ്രണ്ട് ടയർ ഇതുവരെ മാറിയിട്ടില്ല. വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ സ്ക്രാച്ചസ് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പലയിടത്തും അന്വേഷിച്ചിട്ട് PPF തന്നെ എത്തി. നമ്മുടെ മുമ്പിലാണ് വണ്ടി റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. സാറിനോട് തന്നെ നമുക്ക് ചോദിക്കാം. നമ്മുടെ PPF എത്തുന്നതിന് മുമ്പ് തീരുമാനം പലതായിരുന്നു അല്ലേ സാറേ? പല തീരുമാനങ്ങളായിരുന്നു. എൻ്റെ പേര് നിശാന്ത്. ഞാൻ വർക്ക് ചെയ്യുന്ന CRPF-ലാണ്. PPF കുറിച്ച് വലിയ ധാരണ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ട് അങ്ങനെ ഇതാണ്. അപ്പോഴാണ് വീടിനടുത്ത് ഗൂബോട്ട് എന്നും പറയും മോനാണ് സജഷൻ ചെയ്തത്. നമ്മുടെ വഴി എന്ന് പറയുന്നത് വളരെ ഈ വണ്ടി തന്നെ കഷ്ടിച്ച് കയറും. അപ്പോൾ ഒരു ചെറിയ സ്ക്രാച്ച് വന്നാലും പെയിന്റ് പോകുന്ന ഒരു പേടിയുണ്ട്. പുതിയൊരു വണ്ടി എടുത്തിട്ട് പെയിന്റ് ഒക്കെ പോകണമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലൊരു ഇത്. പിന്നെ അതുകൂടാതെ ഞാൻ സാറിനോട് സംസാരിച്ചപ്പോഴാണ് സാറിന് ഒരു ബൈക്ക് ഉണ്ട്. ബൈക്കിന് 2009 ബൈക്ക്. അതിന്റെ ഫ്രണ്ട് ടയർ ഇതുവരെ മാറിയിട്ടില്ല. അപ്പൊ അത്രയ്ക്കും കെയർ ചെയ്ത് അത്രയ്ക്കും സൂക്ഷിച്ച് പോകുന്ന ഒരാളാണ് വാഹനങ്ങളെ ചെയ്യാനുള്ള ഇതെടുക്കുന്നത്. അപ്പോൾ ചെയ്ത പണി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒട്ടിച്ചിട്ടെന്ന് അറിയാം മോനെ? എങ്ങനെ ഉണ്ട്? ഒട്ടിച്ചിട്ടുണ്ടെന്ന് അറിയോ നിങ്ങളുടെ? ഇല്ല, അടുത്ത് വന്നാലേ ഇത് ഒട്ടിച്ചിട്ടുണ്ടെന്ന് അറിയുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത് ആ ഒരു ഫിലിമിന്റെ ഒരു ഇതാണ്. അതാ എനിക്കൊരു വിശ്വാസം. ആ യൂട്യൂബിൽ കണ്ടു ആ കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഇവിടെ തന്നെ കൊടുക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വന്നത്. ഈ ഇവിടുത്തെ വർക്കും ഇവിടുത്തെ സ്റ്റാഫിന്റെ ഡീലിംഗും എല്ലാം വളരെ നല്ലതായിരുന്നു. ഓക്കെ, താങ്ക് യു. ഇനി ഇതേപോലെ വാഹനങ്ങൾ, കാരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഓരോ വാഹനങ്ങളും അവരവരുടെ സ്വപ്നം ഇതാണ്. അപ്പം നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നോ അത് നിങ്ങളത് ഇതേപോലെയൊക്കെ കാണിക്കുക കേട്ടോ. താങ്ക് യു.